കാണുന്നത് കാൽപന്താണെങ്കിലും കളിക്കുന്നത് അയാളാണെങ്കിൽ കളിക്കപ്പുറം അതൊരു കവിതയായി തോന്നാറുണ്ട്. അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച് വളർച്ചാ ഹോർമോണിൻ്റെ കുറവ് മൂലം ബുദ്ധിമുട്ടിയ ഒരു കൊച്ചു പയ്യൻ. ചികിത്സിക്കാൻ പോലും പണമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ബാഴ്സലോണ അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു. ബാക്കി ചരിത്രം. റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. 8 ബാലൺ ഡിയോർ പുരസ്കാരങ്ങൾ നേടി അവൻ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഒരുപാട് പരാജയങ്ങളും വിമർശനങ്ങളും നേരിട്ടുവെങ്കിലും ഒടുവിൽ 2022 ആ ലോക കിരീടത്തിൽ അവൻ മുത്തമിട്ടു. കഠിനാധ്വാനവും പ്രതിഭയും ചേർന്നാൽ പ്രതിസന്ധികളെ മറികടക്കാമെന്ന് മെസ്സി തെളിയിച്ചു. ലയണൽ മെസ്സി, ദ റിയൽ ഗോഡ്. വെറും കണക്കുകൾ മാത്രമല്ല, കളിക്കളത്തിലെ അവൻ്റെ മാന്ത്രിക നീക്കങ്ങളാണ് അവനെ വ്യത്യസ്തനാക്കുന്നത്. ഒരു പേപ്പർ നാപ്കിനിൽ എഴുതിയ കരാർ ലോകത്തെ മാറ്റിമറിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? അതെ, ബാഴ്സലോണയുടെ ഡയറക്ടർക്ക് മെസ്സിയുടെ കഴിവ് ബോധ്യപ്പെട്ടപ്പോൾ കയ്യിൽ കരാർ ഒപ്പിടാൻ പേപ്പറില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നാപ്കിനിൽ അവർ കരാർ എഴുതി. അങ്ങനെയാണ് ഈ ചരിത്രം തുടങ്ങിയത്. ആ കൊച്ചു പയ്യൻ പിന്നീട് ബാഴ്സലോണയ്ക്ക് വേണ്ടി 672 ഗോളുകളും അസംഖ്യം കിരീടങ്ങളും നേടി. അന്ന് ബാഴ്സലോണ എടുത്ത ആ ഒരു റിസ്ക് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറി. തുടങ്ങുന്ന ഇടമല്ല, നമ്മൾ എത്തിച്ചേരുന്ന ഉയരമാണ് പ്രധാനം. എന്നാൽ 2026 ഫിഫ ഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ട് കിരീടം നഷ്ടമായപ്പോൾ അവൻ വീണ്ടും കരഞ്ഞു. പരാജയപ്പെട്ടെങ്കിലും ഫുട്ബോൾ ലോകം അവനു മുന്നിൽ വീണ്ടും തലകുനിച്ചു. ഇന്ന് മെസ്സി കരഞ്ഞപ്പോൾ കരഞ്ഞത് അയാൾ മാത്രമായിരുന്നില്ല. ബാല്യവും കൗമാരവും യുവത്വവും വാർദ്ധക്യവുമെല്ലാം, ജീവിതത്തിലെ എല്ലാ ടെൻഷനുകളും അയാൾ പന്തു തട്ടി തുടങ്ങിയാൽ മറക്കുന്ന ഒരുപാട് മനുഷ്യർ കൂടിയായിരുന്നു. ലയണൽ മെസ്സി, ദ റിയൽ ഗോഡ്.